ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി ദിവ്യക്കെതിരെ CPIM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. ADMന്റെ മരണത്തിന് ഇടയാക്കിയത് ദിവ്യ നടത്തിയ പ്രസംഗത്തിലെ അവസാന പരാമർശമാണ്. അതുകൊണ്ടാണ് തെറ്റെന്ന് പാർട്ടി പറഞ്ഞതെന്നും MV ജയരാജൻ പറഞ്ഞു. ദിവ്യക്കെതിരായി നിങ്ങൾ കുറേയേറെ പ്രചാരവേല നടത്തിയിരുന്നു. പക്ഷേ ADMന്റെ മരണത്തിന് ഇടയാക്കിയത് ദിവ്യ നടത്തിയ പ്രസംഗത്തിലെ അവസാനത്തെ പരാമർശമാണ് എന്നത് സത്യമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് അത് തെറ്റാണ്. ദിവ്യയുടെ പേരിൽ എപ്പോഴാണോ ആക്ഷേപം ഉയർന്നു വന്നത് അന്ന് തന്നെയാണല്ലോ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് ഒഴിവാക്കുന്നത്. അതിലെല്ലാം സംഘടനാപരമായി കമ്മ്യൂണിസ്റ്റുകാർക്ക് അത് MV ജയരാജൻ തെറ്റ് ചെയ്താൽ MV ജയരാജന്റെ പേരിൽ കേസെടുക്കും, സംഘടനാപരമായ നടപടിയെടുക്കും. സജോ ദേവസിയാണ് ചേരുന്നത് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി. സജോ, അത് ആ രീതിയിൽ തന്നെ അതിനെ കാണുന്നു. ദിവ്യയുടെ ആ ഒരു പരാമർശം, ഏറ്റവും അവസാനമുണ്ടായ പരാമർശം, അത് തെറ്റായിപ്പോയി. അത് രൂക്ഷമായ വിമർശനം തന്നെ ഇത്തവണ ഉണ്ടായിട്ടുണ്ട് അതിലല്ലേ? സ്മിത, ഇങ്ങനൊരു നിലപാട് CPIMന്റെ കണ്ണൂർ ജില്ലാ നേതൃത്വം സ്വീകരിക്കുന്നത് ഈ വിഷയത്തിൽ ഇതാദ്യമായാണ് എന്നതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം. തളിപ്പറമ്പിൽ പുരോഗമിക്കുന്ന കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ബ്രീഫിങ്ങിനിടെയാണ് ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ചോദ്യങ്ങളെ നേരിട്ടത്. അതായത് പ്രവർത്തന റിപ്പോർട്ടിലും പൊതു ചർച്ചയിലും ദിവ്യയുടെ വിഷയമടക്കം ഉയർന്നു വരികയും അനുകൂലിച്ചും പ്രതികൂലിച്ചും അഭിപ്രായങ്ങൾ ഉയരുകയും വിമർശനങ്ങൾ കൂടുതലായി ഉയരുകയും ഒക്കെ ചെയ്തു. അത് സംബന്ധിച്ച് ചോദ്യങ്ങളോട് പ്രതികരിക്കവെയാണ് MV ജയരാജൻ ഇങ്ങനെ ഒരു പരാമർശം നടത്തുന്നത്. അതായത് ADMന്റെ മരണത്തിന് കാരണം ദിവ്യയുടെ പ്രസംഗത്തിൻ്റെ അവസാന ഭാഗത്തെ പരാമർശം തന്നെയെന്ന് അദ്ദേഹം സമ്മതിക്കുകയാണ്. നേരത്തെ ഈ നിലപാടല്ല, പ്രസംഗം അനുചിതമായി പോയി, അത് ഒഴിവാക്കേണ്ടിയിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ്. അതായത് എങ്ങും തൊടാതെയുള്ള നിലപാട് സ്വീകരിച്ചു, നടപടിയൊക്കെ എടുത്തു. അതായത് ആ പരാമർശങ്ങൾ ആ സ്ഥലത്ത് ഉന്നയിച്ചത് തെറ്റായിപ്പോയി എന്ന നിലപാട് മാത്രമായിരുന്നു സ്വീകരിച്ചത്. അതേസമയം അതിൽ കുറച്ചുകൂടി, അതായത് ഇതിനിപ്പോൾ ആത്മാർത്ഥമായി പറയുന്നതാണോ അതോ ആ ഘട്ടത്തിൽ ബ്രീഫിങ്ങിനിടെ സംഭവിച്ച നാവ് എന്നതൊക്കെ വീണ്ടും വ്യക്തമാകേണ്ടതാണ്. അത് അദ്ദേഹം തന്നെ ഭാവിയിൽ വിശദീകരിക്കും എന്ന് നമുക്ക് കരുതാം. പക്ഷേ അപ്പോഴും ഈ കാര്യത്തിൽ ഒരു സമ്മതമുണ്ട്. ഇങ്ങനെ പറയുന്നു, നേരത്തെ ഉയർന്ന ആരോപണങ്ങൾ അത് കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നായാലും പ്രതിപക്ഷ സംഘടനകളുടെ ഭാഗത്തു നിന്നൊക്കെ ആയാലും ഉയർന്ന വലിയ വിമർശനങ്ങളുണ്ട്. ആ വിമർശനങ്ങൾ എന്നത് ഇക്കാര്യത്തിൽ ദിവ്യ തന്നെയാണ് ഇത്തരമൊരു ദാരുണമായ ദൗർഭാഗ്യകരമായ സംഭവത്തിലേക്ക് നയിക്കാൻ കാരണക്കാരി എന്നതായിരുന്നു പ്രധാനമായും ഉയർന്നു വന്ന വിമർശനം. കേസെടുത്തിട്ടുണ്ട്, ആ കേസും അന്വേഷണവും ഒക്കെ ഒരു നിലയ്ക്ക് പുരോഗമിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഈ കാര്യത്തിൽ ദിവ്യയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ ഒരു മരണത്തിലേക്ക് നയിച്ചത് ദിവ്യയുടെ ഭാഗത്തു നിന്നുണ്ടായ പരാമർശം തന്നെയാണ് എന്ന് സമ്മതിക്കുന്ന ഭാഗം, അതുകൊണ്ടാണ് അത് തെറ്റാണെന്ന് പറഞ്ഞത്. ആ നിലപാട് തന്നെയാണ് പാർട്ടിക്ക് ഇപ്പോഴും ഉള്ളത്. ദിവ്യയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നില്ല എന്ന് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്. അത് ഈ വിഷയത്തിൽ ഇത്ര കൃത്യമായ ഒരു നിലപാട് ആദ്യമായാണ് CPM സ്വീകരിക്കുന്നത് പ്രത്യേകതയുണ്ട്. അത് പക്ഷേ പാർട്ടി ആത്മാർത്ഥമായാണോ? ജില്ലാ സെക്രട്ടറി എന്തായാലും അങ്ങനെ പ്രതികരിച്ചിട്ടുണ്ട്. അത് ആ ഘട്ടത്തിൽ അദ്ദേഹം എന്തുകൊണ്ട് പറഞ്ഞു, അല്ലെങ്കിൽ അക്കാര്യത്തിൽ എന്തെങ്കിലും കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നീട് വരേണ്ട ഒരു കാര്യമാണ്. ഏതായാലും ഇങ്ങനൊരു പ്രതികരണം CPIMന്റെ കണ്ണൂർ ജില്ലാ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ആദ്യമായാണ് ഉണ്ടാകുന്നത്. മുൻപ് ആദ്യഘട്ടത്തിൽ ആ പ്രസംഗത്തിലെ ചില ഭാഗങ്ങളെ ജില്ലാ നേതൃത്വം ന്യായീകരിക്കുകയാണ് ചെയ്തത്. അതേസമയം അവിടെ പോയി യാത്രയപ്പ് യോഗത്തിൽ ഇങ്ങനൊരു പ്രസംഗം നടത്തേണ്ടത് അത് അനവസരത്തിലായിരുന്നു, അനുചിതമായിരുന്നു, അതിൽ ഔചിത്യക്കുറവുണ്ടായി എന്നൊരു പരാമർശം നടത്തുന്നു. അതിന് മുൻപ് അത് സതുദ്ദേശപരമാണ് എന്ന വിശദീകരണമാണ് ജില്ലാ നേതൃത്വം നടത്തിയത്. പിന്നീട് നടപടിയിലേക്കൊക്കെ കാര്യങ്ങൾ പോയി. പത്തനംതിട്ട പാർട്ടിയുടെ സമ്മർദ്ദമുണ്ടായി, വലിയ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടായി, തിരഞ്ഞെടുപ്പ് പ്രശ്നം വന്നു, പിന്നീട് സംസ്ഥാന നേതൃത്വം ഇടപെട്ടു. ഏറ്റവും ഒടുവിലാണ് ആ വിഷയത്തിൽ കടുത്ത നടപടിയിലേക്ക് ജില്ലാ കമ്മിറ്റിയിൽ നിന്നടക്കം അവരെ തരം താഴ്ത്തി ഏറ്റവും പ്രാഥമിക ഘടകത്തിലേക്ക് നീക്കുന്ന നടപടി ഉണ്ടായത്. പക്ഷേ അതേസമയം ആരോപണത്തിന് തൊട്ടു പിന്നാലെ തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയിൽ നിന്ന് നീക്കിയിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു നിലപാട്, ദിവ്യ തന്നെയാണ് കാരണക്കാരി എന്നൊരു നിലപാട് മുൻപ് പാർട്ടി വിശദീകരിച്ചിരുന്നില്ല. അന്വേഷണം കൂടി നടക്കുന്നൊരു പുരോഗമിക്കുന്ന ഒരു കേസാണ്. അങ്ങനെ വരുമ്പോൾ ഈ പരാമർശത്തിന് അങ്ങനെ ഒരു പ്രാധാന്യം കൂടിയുണ്ട്. ഏതായാലും ജില്ലാ സെക്രട്ടറി അങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട്. അത് ആത്മാർത്ഥമായാണോ അതല്ല പെട്ടെന്ന് പറഞ്ഞപ്പോൾ സംഭവിച്ചതാണോ, പരാമർശത്തിൽ വന്ന എന്തെങ്കിലും വ്യത്യാസമാണോ എന്നതൊക്കെ അദ്ദേഹം പിന്നീട് വിശദീകരിക്കട്ടെ. ഇപ്പോഴെന്തായാലും അദ്ദേഹം അത് സമ്മതിക്കുന്നു, അങ്ങനെ ഒരു പരാമർശം നടത്തുന്നു എന്ന പ്രാധാന്യം അതിനുണ്ട്, പ്രത്യേകിച്ച് കേസന്വേഷണം പുരോഗമിക്കുന്ന ഈ വേളയിൽ കൂടി. അതെ, സജോ ദേവസിയാണ് വിവരങ്ങളുമായി ചേർന്നത്. സജോ പറഞ്ഞതുപോലെ തന്നെ ഈ തുടക്കത്തിലൊക്കെ നമ്മൾ കണ്ടതാണ്, പലതരത്തിൽ അതിനെ ന്യായീകരിക്കുന്നു, രണ്ട് വിഭാഗങ്ങളായി തിരിഞ്ഞ് പാർട്ടിയിൽ തന്നെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ. പലപ്പോഴും അത് അഴിമതിക്കെതിരായ നിലപാടായിരുന്നു പി ദിവ്യയുടേത് എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് പാർട്ടി ഘടകം തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ ദിവ്യയെ പിന്തുണച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ വന്ന ഈ പ്രതികരണത്തിന് അതുകൊണ്ട് തന്നെ പ്രാധാന്യമേറുന്നുണ്ട് അല്ലേ?